ഹായ് മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്ര ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് പാർട്ട് 1 നൽകിയിട്ടുണ്ട്, അതും കൂടി കാണണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളവുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. ശ്രീനാരായണ ഗുരു ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചതെന്ന്? 1903. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? അയ്യങ്കാളി. രണ്ടും മാറിപ്പോകരുത് കേട്ടോ മക്കളെ, രണ്ടും അടുത്ത ചോദ്യമായിട്ട് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ വർഷം ഓർത്തു വെക്കണം. പുലയരാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. ചട്ടമ്പിസ്വാമി ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല. അതുപോലെ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു ഇവരൊക്കെ ജനിച്ചത് എവിടെയെന്ന് ചോദിക്കും. ഇവരെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങളാണ് കേട്ടോ. സതി നിർത്തലാക്കാൻ രാജാറാം മോഹൻ റോയിയെ സഹായിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? വില്യം ബെൻഡിക്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹം സ്ഥാപിച്ചൊരു പ്രസ്ഥാനമുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബ്രഹ്മസമാജം. അതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവിൻ്റെ പേരെന്ത്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്? കുട്ടനാട്. ഇന്ത്യയുടെ മാമ്പഴ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? സേലം. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ഏത്? ബാംഗ്ലൂർ. വയനാട് ജില്ലയുടെ ആസ്ഥാനം? കൽപ്പറ്റ. അയ്യങ്കാളി ജനിച്ചതെവിടെ? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. അടുത്ത ചോദ്യം: കല്ലുമാല പ്രക്ഷോഭ സമരം നടത്തിയതാര്? അയ്യങ്കാളി. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിട്ടുണ്ട്, അയ്യങ്കാളി നടത്തിയ വേറൊരു പ്രക്ഷോഭ സമരമുണ്ട്, അതെന്താണെന്ന് ഓർമ്മ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ മക്കളെ. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചതാര്? ജി ശങ്കരക്കുറുപ്പ്. മക്കളെ, കേരളത്തെക്കുറിച്ച് കുറേ വീഡിയോസ് നൽകിയിട്ടുണ്ട്, മക്കൾ അതും കൂടി പോയി കാണണം കേട്ടോ. കുറച്ച് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുക, നന്നായിട്ട് പഠിക്കണേ, അതും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം: ബാദുഷാ ഇ ഹിന്ദ്, അതായത് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തി ആര്? അക്ബർ. മുഗൾ ചക്രവർത്തിമാരിൽ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അക്ബർ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മുഗൾ ഭരണം, അതായത് മധ്യകാല ഇന്ത്യ. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നൽകുന്നുണ്ട്, മക്കളെല്ലാവരും പോയി കാണണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ തുടർന്നുള്ള വീഡിയോ ലഭിക്കുകയുള്ളൂ. ലോക ജനസംഖ്യാ ദിനമെന്ന്? ജൂലൈ 11. പുതിയ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യയാണ്. ജനസംഖ്യയെക്കുറിച്ചുള്ള വീഡിയോ നൽകിയിട്ടുണ്ട് കേട്ടോ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാര്? ശ്രീനാരായണ ഗുരു. കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേരെന്ത്? മുസിരിസ്. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ. ഓക്കെ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് അടുത്ത വീഡിയോ ഉടൻ തന്നെ നൽകുന്നതാണ്. മക്കളെ, നമ്മുടെ ചാനലിൽ 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ LSS USS ക്ലാസ്സുകളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും, അതായത് അക്ഷരമുറ്റം, പ്രതിഭ, ലിറ്റ് സ്കോളർ അങ്ങനെയുള്ള ക്വിസ് വീഡിയോസ് നൽകുന്നുണ്ട്. മക്കളെല്ലാവരും പുതിയതായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൻ്റെ കാര്യം മറക്കരുത്, അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നൽകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കാണാൻ കഴിയും. ഓക്കെ മക്കളെ, നന്നായിട്ട് പഠിക്കുക.